കല്യാണി കല്യാണി പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയി പാടി. താങ്ക് യു. നമുക്ക് നമ്മുടെ ചേട്ടനെ ചേച്ചി മറ്റു ചോദിക്കാം. സൗഭാഗ്യ ചേച്ചി. കല്യാണി ശരിക്കും ഒരു വേർഡ് കൊണ്ട് ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നതല്ല മോളിപ്പോൾ പാടിയിട്ട് നമുക്ക് കിട്ടിയ ഫീൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിയോണ്ട് വേർഡ്സ് എന്ന് തന്നെ പറയാം. അത്രയും സൂത്തിങ് ആയിട്ട് പാടി, ബ്രില്യൻറ്റ് സിംഗിങ് ആയിരുന്നു. മോളുടെ പാട്ടിൽ അങ്ങനെ ഡിസോൾവ് ആയി പോകുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത്രയും സൂതിങ് എഫക്റ്റ് ആയിരുന്നു. ശരിക്കും എൻ്റെ ഒരു കമൻറ്റ് ഇപ്പോൾ ഞാൻ പറയുന്നതുകൊണ്ടൊന്നും എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഐ കാൺട്ട് റിയലി എക്സ്പ്രസ് ഇറ്റ് ത്രൂ ദിസ് വേർഡ്സ്. അപ്പം ഒത്തിരി നന്നായി പാടി. ആസ് യൂഷ്വൽ കല്യാണി എപ്പോഴും ഇടിക്കുകയാണ്. കണ്ടിന്യൂ ബീയിങ് ലൈക്ക് ദിസ്. എല്ലാ നന്മയും വരട്ടെ മോൾക്ക്. താങ്ക് യു. വിവേകേട്ടാ. എനിക്ക് പാട്ട് എന്താ പറയുക വളരെ മനോഹരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് പാടി ഈ പറഞ്ഞു. പക്ഷേ എനിക്ക് നമുക്ക് ഈ ചില പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കുമ്പോഴായിരുന്നാലും നമുക്ക് പാടാൻ അറിയില്ലെങ്കിലായിരുന്നാലും നമ്മൾ കേൾക്കുമ്പം ചില ലൈൻസൊക്കെ നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് തോന്നും. അപ്പോൾ എനിക്കിപ്പം കല്യാണി പാടിയതിൽ വെച്ച് കല്യാണിക്ക് തന്നെ ഇഷ്ടപ്പെട്ട സംഭവം എനിക്ക് തോന്നി വെച്ച് കഴിഞ്ഞാൽ ആ സെക്കൻഡ് സ്റ്റാൻസ് ആണെന്ന് എനിക്ക് തോന്നി. അനുപല്ലവി മോള് പാടിയതിൽ ഒത്തിരി ഫീൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വിവേക് ചേട്ടൻ അസ്യൂം ചെയ്ത് മോൾ ആ പോർഷൻ ഒത്തിരി എൻജോയ് ചെയ്ത് പാടി. വിവേക് ചേട്ടൻ പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ്. അത് ഒത്തിരി എൻജോയ് ചെയ്ത് പാടുന്ന പോലെ എനിക്കും അത് ഫീൽ ചെയ്തു. അനുപല്ലവി പോർഷൻ വാസ് വെരി ഗുഡ്. ചില ലൈൻസ് പാടുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ തോന്നുന്നു നന്നായിട്ട് പാടി അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്തു എന്ന് നമുക്ക് തന്നെ ഉള്ളിലൊരു തോന്നൽ വരും. അത് ചില സംഭവങ്ങൾ അങ്ങനെയാണത്. അപ്പോൾ അതുപോലെ എനിക്ക് ആ ഒരു ഫീൽ കല്യാണിക്ക് അത്രയും നന്നായിട്ട് എൻജോയ് ചെയ്ത് പാടി എന്നുള്ളൊരു ഫീൽ എനിക്കിവിടെ കിട്ടി. ആ ഫസ്റ്റ് സ്റ്റാൻസിനെക്കാളും സെക്കൻഡ് സ്റ്റാൻസ് വളരെ ഭംഗിയായിട്ട് പാടി. അപ്പോൾ ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയതാണ് ഞാൻ അങ്ങോട്ട് കൺവേ ചെയ്തത്. ബാക്കിയെല്ലാം പെർഫെക്ഷൻ ആയിരുന്നു, ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. ഒന്നും പറയാനില്ല. എന്താ പറയുക, ബ്രില്യൻ്റ് ആയിരുന്നു. ഓരോ എപ്പിസോഡ് കഴിഞ്ഞ് വരുമ്പോഴും നമുക്ക് ആ ഇമ്പ്രൂവ്മെൻറ്റും ആ ഒരു കോൺഫിഡൻസും ഓർക്കസ്ട്ര ഇവിടെ വന്നപ്പോൾ ഉള്ള കോൺഫിഡൻസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. താങ്ക് യു. അമ്മു. ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കല്യാണി അവിടെ നിന്ന് പാടുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. എല്ലാ പ്രാവശ്യം പറയുന്ന കാര്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യാനുള്ളൂ. കല്യാണി തന്നെ എൻജോയ് ചെയ്ത് പാടുക. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിനെക്കാട്ടും എൻജോയ്മെൻ്റ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു. ഓർക്കസ്ട്ര ടീമിന് സ്പെഷ്യൽ താങ്ക് യു. നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു ഈ സോങ്ങിന്. നിങ്ങളൊരു വലിയൊരു പാട്ടായിരുന്നു ഈ സോങ്ങിൽ. അപ്പം ഒരുപാട് നല്ലതായിരുന്നു. ഐ റിയലി ലൈക്ക് ഇറ്റ്. കീപ് ഇറ്റ് അപ്പ്. എടുത്ത് പറയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ കല്യാണി ഈസ് ഓൾവേസ് ബീങ് എ ഫാൻ ഹിയർ rather than being a contestant. Correct. She's enjoying what she's doing. Exactly. അത് വലിയ കാര്യമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ആട്ട് നമ്മൾ തന്നെ എൻജോയ് ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, ഒട്ടും പറ്റില്ല. അപ്പോൾ അത് കല്യാണിന്റെ വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. അപ്പോൾ നെക്സ്റ്റ് റൗണ്ടിലും ഇതിലും അടിപൊളിയായിട്ട് വരാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. അതുപോലെ ലാസ്റ്റ് എപ്പിസോഡിൽ കല്യാണി കൊണ്ടുവന്ന ഗിഫ്റ്റ് എൻ്റെ വീട്ടിലെല്ലാം കാണിച്ചു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കറക്റ്റ്. എല്ലാവർക്കും ഇഷ്ടമായി. എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് റൂമിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ആ വാച്ചിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇരിപ്പുണ്ട്. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ഈയിടെ കാലത്തൊന്നും ഇത്രയും നല്ലൊരു ഡ്രോയിങ്, വളരെ പക്കായിട്ട് വരച്ചൊരു ഡ്രോയിങ് ഇതുവരെ കിട്ടിയിട്ടില്ല. താങ്ക് യു. ആൻഡ് കല്യാണി ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിക്കുന്നുണ്ടല്ലേ? അതിൽ ട്രെയിൻഡ് ആണല്ലേ? ബിക്കോസ് അത് ഈ സോങ്ങിൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സ്കെയിൽസ് ആണ് വരുന്നത്. അപ്പം അത് ഭയങ്കര അനായാസമായിട്ട് മോള് പാടി. അപ്പോൾ ഏതെങ്കിലും ഒരു ഹിന്ദുസ്ഥാനി മ്യൂസിക് ഏതെങ്കിലും മോൾക്ക് ഇപ്പം പാടാൻ പറ്റുമോ വിത്തൗട്ട് എനി പ്രിപ്പറേഷൻ? ഹിന്ദി സോങ് ആയാലും മതി, ഹിന്ദുസ്ഥാനി ആണെന്ന്. ഹിന്ദി സോങ് പാടാം. Wow, my favorite. I just love this song. हसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो, लग जा गले कि फिर हसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो, लग जा गले से I just love it. Superb. No words at all. പാടി തുടങ്ങിയപ്പോൾ തൊട്ട് ഗൂസ് ബംസ് ആയിരുന്നു. സൂപ്പർബ് ആയിരുന്നു. നമ്മുടെ മൂന്നുപേരും മോസ്റ്റ് ഫേവറേറ്റ് സോങ് ആണ്. കം ഫാസ്റ്റ് ഗലെ ലഗാओ. लग जा गले कि फिर हसी
awesome singer. Super. സൂപ്പർ, വി റിയലി ലൈക്ക് ഇറ്റ്. വെൽ ഡൺ ഡിയർ. എനിക്ക് ഇതിന്റെ ഒറിജിനൽ സോങ് കേട്ടതിന് ശേഷം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം സനംപുരി പാടിയ ആ വേർഷൻ ആയിരുന്നു എനിക്ക് ഇഷ്ടം. അത് കഴിഞ്ഞ് എനിക്ക് ഇഷ്ടം കല്യാണിയുടെ ഈ വേർഷനാണ്. കുറച്ച് ലൈൻസ് പാടിയെങ്കിലും മൈ ഫേവറേറ്റ് കേട്ടോ, ഞാൻ മറക്കുകയില്ല ഈ എപ്പിസോഡ്. സൂപ്പറായിട്ട് പാടി. എന്തായാലും കല്യാണി അടിപൊളി കമന്റ്സ് ആണ്. ഹാപ്പിയാണോ? പിന്നെ പിന്നെ വളരെ ഹാപ്പിയാണ്. എല്ലാവരും നല്ല എൻജോയ് ചെയ്യിപ്പിച്ചു, അലിയിപ്പിച്ചു ശരിക്കും പറഞ്ഞ സ്പെഷ്യൽ പെർഫോമൻസ് ഒക്കെ ആയിട്ട്. ഓക്കെ, ഇതുപോലെ തന്നെ എപ്പോഴും വേണം. പിന്നെ എന്തായാലും വരും. ഷുവർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.